എന്താണ് ഭരമേൽപ്പിക്കൽ, എന്താണ് തവക്കുൽ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടിവരയിടാൻ ആ ഒരൊറ്റ ആയത്ത് മതി. എന്താണ് അല്ലാഹു പറഞ്ഞത്? വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 166-160 ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ഇൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ 3-ാമത്തെ അധ്യായമാണ്. ഫാത്തിഹ കഴിഞ്ഞാൽ ബഖറ കഴിഞ്ഞാൽ ആലി ഇംറാൻ എന്ന് പറയുന്ന ഇമ്രാന്റെ കുടുംബത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിലെ 160-ാമത്തെ സൂക്തത്തിലൂടെ പടച്ചതമ്പുരാൻ നമ്മോട് പറയുന്നതെന്താ? ഇൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം പടച്ചവൻ നിങ്ങളെ ഏറ്റെടുത്താൽ, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ അല്ലാഹുവിന്റെ സഹായമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായത്? അവന്റെ സഹായമില്ലാതെ കണ്ണും നിമവെട്ടാൻ നമുക്ക് കഴിയുമോ? കാലൊന്ന് ചലിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? വിരളം നനക്കാൻ നമുക്ക് കഴിയുമോ? നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഒന്ന് ചിരിക്കാനും നടക്കാനും ഇരിക്കാനും നിൽക്കാനും കരയാനും നമുക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നാ സഹോദരങ്ങളെ, അല്ലാഹു തന്നെ പറയുകയാ, ഫലാ ഗാലിബ ലക്കും. ഒരു പൊന്നുമോനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഭരണകൂടത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു സമൂഹത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതാരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സർവ്വലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ സംഹാരകൻ അല്ലാഹുവാണ് നമ്മളോട് പറയുന്നത്. ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ അവനുണ്ട്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിലുണ്ട്.